നോക്കാൻ പോകുന്നത് ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിങ് എ വാട്ടർ കർവ്ഡ് വെയിൻ വിച്ച് ഇസ് മൂവിങ്. അത് ആ കർവ്ഡ് വെയിനിൽ വെള്ളം ഹിറ്റ് ചെയ്യുന്നുണ്ട് ടാൻജൻഷ്യലി. ആ കർവ്ഡ് വെയിൻ വന്നിട്ട് മൂവിങ് കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കേസിലാണ്. അപ്പോൾ പ്രോബ്ലം നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗിവൻ ഡേറ്റ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ജെറ്റ് ഓഫ് വാട്ടർ ഹാവിങ് എ വെലോസിറ്റി ഓഫ് വാട്ടർ 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി വെള്ളം വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ വെലോസിറ്റി v1. v1 വന്നിട്ട് 40 മീറ്റർ പെർ സെക്കൻഡ്. സ്ട്രൈക്സ് എ കർവ്ഡ് വെയിൻ. ഒരു കർവ്ഡ് വെയിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് മൂവിങ് അറ്റ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ആ കർവ്ഡ് വെയിൻ മൂവ് ആവുന്ന വെലോസിറ്റി അതായത് u1 അല്ല യുന്ന് എടുക്കാം. u ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതാണ് നമ്മൾ ഗിവൺ ഡേറ്റ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ദറ്റ് ഈസ് v1 ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് u ഈസ് ഈക്വൽ ടു. ഇപ്പോൾ യുവിന് എഴുതുമ്പോൾ നോർമലി ഇവിടെ ലാസ്റ്റ് ലൈൻ കണ്ടിട്ടുണ്ടോ, ദ വെയിൻ ആംഗിൾ സോ ദാറ്റ് ദ വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് അറ്റ് എ വെയിൻ വിത്തൗട്ട് ഷോക്ക്. നോർമലി ഇതുപോലുള്ള കണ്ടീഷനകത്ത് u ഈസ് ഈക്വൽ ടു u1 ഈസ് ഈക്വൽ ടു u2 ഈസ് ഈക്വൽ ടു വാട്ട് 20 മീറ്റർ 20 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ തന്നിട്ടുള്ള 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ എഴുതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദ ജെറ്റ് മേക്സ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ ആൻഡ് ലീവ്സ് അറ്റ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ എൻ്റർ ആവുന്ന ജെറ്റ് വന്നിട്ട് അകത്ത് കയറുമ്പോൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ വന്ന് 30 ഡിഗ്രിയും ലീവ്സ് അറ്റ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രിയും. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാം. വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ കിട്ടും. സോ ഇതാണ് നമ്മുടെ കർവ്ഡ് വെയിൻ എന്ന് വെച്ചാൽ. കർവ്ഡ് വെയിൻ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളം ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം വന്ന് ഹിറ്റ് ചെയ്യുന്ന അതിൻ്റെ വെലോസിറ്റിയാണ് v1 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ കർവ്ഡ് വെയിൻ വന്നിട്ട് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നില്ല, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെലോസിറ്റിയാണ് u ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ യുനെയാണ് നമ്മൾ താഴെ ഇവിടെ എടുക്കുന്നത്. u അതാണ് u1 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ഇൻലെറ്റിൽ u1 എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ എടുക്കും. അപ്പോൾ ഇവിടെ രണ്ട് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് വെള്ളം വന്ന് ഹിറ്റ് ചെയ്യുന്നതും ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ബ്ലേഡ് മൂവ് ആവുന്ന അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഈ ബ്ലേഡ് ഫിക്സഡ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ v1 തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ വെലോസിറ്റിയാണ്, ഇതാണ് ആക്ച്വലി ഇവിടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ ബ്ലേഡ് വന്നിട്ട് അവിടെ ഫിക്സഡ് അല്ല, ഈ ബ്ലേഡ് മൂവ് ആവുന്നുണ്ട്. മൂവ് ആവുന്ന ആ ബ്ലേഡിലാണ് ഈ വെള്ളം വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ ബ്ലേഡ് മൂവ് ആവുന്ന അതിൻ്റെ വെലോസിറ്റിയും കൂടി കൺസിഡർ ചെയ്തിട്ട് ആക്ച്വലി ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു റിലേറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ ആ റിലേറ്റീവ് വെലോസിറ്റിയാണ് ഇവിടെ നിന്ന് നമുക്ക് ഹിറ്റ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ വാട്ടർ വെലോസിറ്റി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തിനു പറയുന്നത് വെച്ചാൽ VR1. സോ ഇൻലെറ്റ് ആയതുകൊണ്ട് എല്ലാം v1 u1 VR1 എന്നുള്ള രീതിയിൽ എടുക്കും. ഇനി ഈ v1 ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് ഒരു ആംഗിൾ മേക്ക് ചെയ്യും ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ u1ൻ്റെ കൂടെ. അപ്പോൾ അതാണ് ദ ജെറ്റ് മേക്സ് ആൻ ആംഗിൾ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് ജെറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ. ഈ വെയിൻ വന്നിട്ട് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത്, വെയിൻ പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിലാണ് ഈ പർട്ടിക്കുലർ ഈ വെയിൻ പോകുന്നത് അല്ലേ. ഈ പർട്ടിക്കുലർ വെയിൻ മൂവ് ആവുന്ന ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടേക്ക് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയെന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയും. ഈ പർട്ടിക്കുലർ ഇതും
ഇവിടെ ഉള്ള ആംഗിളും സെയിം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, സോ നോർമലി ആൽഫ നമ്മളിവിടെ എഴുതുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുപോലെ ദ ജെറ്റ് മേക്സ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ അറ്റ് ഇൻലെറ്റ്. ഓക്കെ, ഇൻലെറ്റിലാണെങ്കിൽ ഇൻലെറ്റ് മീൻ അകത്ത് കയറുമ്പോൾ 30 ഡിഗ്രിയിലാണ് ഹിറ്റ് ചെയ്യുന്നത്. ലീവ്സ് അറ്റ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, ലീവ്സ് എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ വെള്ളം അകത്ത് ഇങ്ങോട്ട് കയറി ഇവിടെ വന്ന് വെളിയിൽ ഇറങ്ങി പോകുമ്പോൾ, ഓക്കെ, ഇറ്റ് മേക്സ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഇവിടെ എങ്ങനെയാണോ ഈ പർട്ടിക്കുലർ യുവിന്, ഓക്കെ, ഈ പർട്ടിക്കുലർ യു എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ബ്ലേഡ് മൂവ് ആവുന്ന ആ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. അല്ല, അതിൻ്റെ വെലാസിറ്റി ആ പർട്ടിക്കുലർ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ അതിൻ്റെ വെലാസിറ്റിയാണ് 20 മീറ്റർ/സെക്കൻഡ്. ആ ഡയറക്ഷനാണ് ഇത്. അപ്പോൾ അതുപോലെ ഈ എൻ്റർ ആവുമ്പോൾ ഈ ആൽഫയുടെ വാല്യൂ വന്നിട്ട് 30 ആണ്. അതേ ഇത് വന്നിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇതാണ് ഈ പർട്ടിക്കുലർ നമ്മുടെ ബ്ലേഡ് മൂവ് ആവുന്ന അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ വെളിയിൽ ഈ പർട്ടിക്കുലർ വെള്ളം അകത്ത് ഈ പർട്ടിക്കുലർ ബ്ലേഡിൽ കൂടി ഇങ്ങനെ വന്ന് ഓക്കെ വെളിയിൽ പോകുമ്പോൾ ഈ വെള്ളം പോകുന്ന ഡയറക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ എക്സാക്ട്ലി ഇങ്ങനെയാണ്. അപ്പോൾ ഈ വെളിയിൽ വെള്ളം പോകുന്നത് എത്ര ആംഗിളിലാണെന്ന് വെച്ചാൽ 90 ഡിഗ്രിയിലാണ്. ഓക്കെ, സോ ദറ്റ് ഈസ് വാട്ട് ബീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ V1 വന്നിട്ട് വിച്ച് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് വാട്ട്, ഓക്കെ, സോ 30 നമ്മൾ പറയുന്നുണ്ടോ, അതുപോലെ ഇവിടെ ഇതടിക്കാം. ഇവിടെ വെള്ളം വന്നിട്ട് വെളിയിൽ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്. ഓക്കെ, വെളിയിൽ വെള്ളം ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് V2. ഓക്കെ, സോ V1 എന്ന് പറയുന്നത് വെള്ളം അകത്ത് വരുന്നതും V2 എന്ന് പറയുന്നത് വെള്ളം വെളിയിൽ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെലാസിറ്റിയാണ്. ഇനി എങ്ങനെ വന്നിട്ട് ഇവിടെ U1 ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ U1 നമ്മൾ താഴെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, U1 നമ്മൾ എങ്ങനെ ഇവിടെ ഉണ്ടോ അതുപോലെ ഇവിടെ വന്നിട്ട് U2 കാണും. ദാറ്റ് ഈസ് സെയിം വെലാസിറ്റി തന്നെയാണ്. ഓക്കെ, സോ ആ U1 ഈസ് ഈക്വൽ ടു U2. കാര്യം സ്മൂത്ത് എന്നുള്ള രീതിയിൽ, വിത്തൗട്ട് ഷാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. എന്തായാലും ഈ പർട്ടിക്കുലർ ബ്ലേഡ് മൂവ് ആവുന്നത് നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് U2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ U2 ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി U2 ആവുമ്പോൾ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഈ ലൈനാണ്. ഓക്കെ, ഈ ലൈനാണ് നമുക്ക് VR2 റിലേറ്റീവ് വെലാസിറ്റി. ഇവിടെ എങ്ങനെ VR1 എന്നോ അതുപോലെ VR2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതുപോലെ താഴെ നമുക്ക് മറ്റൊരു കാര്യം നമ്മൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ V1 ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ മേക്ക് ചെയ്യുന്നതുകൊണ്ട്, ഓക്കെ, സോ ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ സാധാരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെലാസിറ്റി ട്രയാങ്കിൾ എങ്ങനെ ഔട്ട്ലെറ്റിൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് ബീറ്റ വരും. ബീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുന്ന കേസാണ്. ബട്ട് ഈ കേസിൽ ബീറ്റ ഈസ് നോട്ട് ലെസ് ദാൻ 90 ഡിഗ്രി, ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ അവർ തന്നിട്ടുണ്ട്. വെള്ളം വെളിയിൽ ഇറങ്ങുമ്പോൾ 90 ഡിഗ്രിയിലാണ് ഇത് വന്നിട്ട് വെളിയിൽ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ തന്നു. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് വെലാസിറ്റി ഇവിടെയാണ് ഉള്ളത്, V2 ഇവിടെയാണ് വരുന്നത്. ഇനി V1 വന്നിട്ട് ആൽഫ ഡിഗ്രി ഇത് മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് 2 കോമ്പണൻറ്റ് ക്രിയേറ്റ് ആവും. ഒന്ന് വന്നിട്ട് ഹരിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ വരും ഹരിസോണ്ടൽ കോമ്പണൻറ്റ്. അതുപോലെ ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റ് കാണും. ഓക്കെ, വെർട്ടിക്കൽ കോമ്പണൻറ്റ് കാണും. ഈ ഹരിസോണ്ടൽ കോമ്പണൻറ്റിന് നമ്മൾ എന്ത് പറയുമെന്ന് വെച്ചാൽ VW1 എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, ഈ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനെ എന്തിന് പറയുമെന്ന് വെച്ചാൽ VF1 എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, സോ അതുപോലെ ഇതിന് നമുക്ക് വന്നിട്ട് U1 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം.
അതുപോലെ ഇവിടെ ഉള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് u2 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും നമുക്കൊന്ന് രണ്ട് കോമ്പണൻറ്റ് കാണും. ഓക്കെ, സോ വൺ ഈസ് VF2 ആസ് വെൽ എസ് VW1. നമ്മൾ എങ്ങനെ വന്നിട്ട് V1 രണ്ട് കോമ്പണൻറ്റ്, ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും. ഈ V1 എങ്ങനെയാണ് VW1 VF1 വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, അത് വന്നിട്ട് V1 ആണെങ്കിൽ അതൊരു ആംഗിൾ വന്നിട്ട് 30 ഡിഗ്രിയോ സംതിങ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് കാണും, ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റ് കാണും. ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, ഓക്കെ, ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിനെയാണ് നമ്മൾ VW1 എന്നുള്ള രീതിയിൽ പറയും. ഈ വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ഓക്കെ, വെർട്ടിക്കൽ ഈ പർട്ടിക്കുലർ കോമ്പണൻറ്റിനെയാണ് VF1. അതേസമയം ഔട്ട്ലെറ്റിൽ ഇതുപോലൊരു ആംഗിൾ നമ്മൾ പോവുകയാണെങ്കിൽ, ഇൻ കേസ് വന്നിട്ട് ഇപ്പോൾ ഇതാണ് V2 എന്ന് വെച്ചോ, ഇതാണ് ബീറ്റ ആണെങ്കിൽ ഇതാണ് VW2 ആയിട്ട് കാണും, ആൻഡ് ഇതാണ് VF2. ബട്ട് ഈ കേസിനകത്ത് ബീറ്റയുടെ വാല്യൂ 90 ആയതുകൊണ്ട് നമുക്ക് VW2 കാണില്ല. ഓക്കെ, വെറും VF2 മാത്രമേ കാണത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സപ്പോ ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് V2 ഈസ് ഈക്വൽ ടു VF2. ഓക്കെ, V2ഉം VF2ഉം ഒരേ ലൈനിലാണുള്ളത്. ഓക്കെ, സോ ഇത് മെയിനായിട്ടുള്ള കൺസിഡറേഷനാണ്. അപ്പോൾ ഈ പ്രോബ്ലം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വന്നിട്ട് ഫ്രാൻസിസ് ടർബൈനിലൊക്കെ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ ഫ്രാൻസിസ് ടർബൈനകത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി, കാര്യം ആക്ച്വലി, ഓക്കെ, വെളിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ അത് വന്നിട്ട് ആക്ച്വലി ഇത് പോകുന്നു. ഓക്കെ, സോ ടാൻജൻഷ്യലി വെളിയിൽ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രാൻസിസ് ടർബൈനകത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു 90 എന്നുള്ള രീതിയിൽ കൺസിഡറേഷനിലാണ് നമ്മൾ എടുത്ത് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ബീറ്റ, ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തെഴുതാം ആൽഫ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ള രീതി നമുക്ക് എഴുതാം. സോ ഡ്രാ ദ വെലോസിറ്റി വാട്ട് ട്രയാങ്കിൾസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾസ്. ഓക്കെ, സോ വെലോസിറ്റി നമ്മൾ ഇവിടെയും വരച്ചു. ഓക്കെ, സോ ഇവിടെ ഇനി ആംഗിൾ, സോ ഇതിനെ പൈ എന്ന് പറയും. ഇവിടെ VR1 മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഓക്കെ, സോ നമ്മൾ ഇവിടെ ആൽഫ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, ഓക്കെ, സോ V1 മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ VR1, ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ തീറ്റ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ, ഇവിടെ വന്നിട്ട് വടക്കെ പൈ. ഇവിടെ ആൽഫ, V1 മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻലെറ്റിലാണെങ്കിൽ ആൽഫ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഔട്ട്ലെറ്റിലാണെങ്കിൽ, ഓക്കെ, സോ ഔട്ട്ലെറ്റിലാണെങ്കിൽ നമ്മൾ വന്നിട്ട് ബീറ്റ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഓക്കെ, സോ ഡ്രാ ദ വെലോസിറ്റി ട്രയാങ്കിൾ. ഇതാണ് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ വെയിൻ ആംഗിൾസ്. ഓക്കെ, വെയിൻ ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ തീറ്റ ആൻഡ് പൈ. നമുക്ക് അറിയപ്പെടാതെ ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ തീറ്റ നമുക്ക് അറിഞ്ഞുകൂടാ, ആൻഡ് പൈ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള കൺസിഡറേഷൻ ഏതൊക്കെയെന്ന് വെച്ചാൽ U ഈസ് ഈക്വൽ ടു U1 ഈസ് ഈക്വൽ ടു U2. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷനാണ്. എന്തുകൊണ്ട് തന്നെയാണ് മെയിൻലി വന്നിട്ട് ഇതുപോലുള്ള പ്രോബ്ലത്തിൽ അങ്ങനെയാണ് എടുക്കുന്നത്. ആൻഡ് മോറോവർ ഇവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ഷാക്ക്. ഓക്കെ, സോ വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ വെയിൻ വിത്തൗട്ട് ഷാക്ക് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട്, ഓക്കെ, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാം. ആസ് വെൽ എസ് VR1, ഓക്കെ, സോ VR1 ഈസ് ഈക്വൽ ടു VR2. ഇതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് കൺസിഡറേഷനാണ്. വെൻ ദർ ഈസ് നോ ഷാക്ക്. ഓക്കെ, ഷാക്ക് ഇവിടെ ഇൻലെറ്റിനകത്തും വെളിയിൽ പോകുമ്പോൾ വിത്തൗട്ട് ഷാക്ക് പോകുന്നത് കൊണ്ട് ഈ മെയിൻ കൺസിഡറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇപ്പോൾ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ തീറ്റ നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിൾ തീറ്റ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാം.
ഓക്കെ, സോ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അതിനൊരു നെയിം കൊടുക്കുന്നുണ്ട്. ഈ ട്രയാങ്കിളിനൊക്കെ നെയിം കൊടുക്കുന്നുണ്ട്. എ ബി സി ഡി. ഇപ്പം ഞാൻ ട്രയാങ്കിൾ ബി സി ഡി, ഓക്കെ, ബി സി ഡി ട്രയാങ്കിളിൽ ഞാൻ എടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ ബി സി ഡി. ഓക്കെ, സോ ട്രയാങ്കിൾ ബി സി ഡി ഇങ്ങനെയാണുള്ളത്. ബി സി ഡി. സോ ഈ ആംഗിളാണ് എനിക്ക് വന്നിട്ട് തീറ്റ. അപ്പം ഇത് വേണമെങ്കിൽ എനിക്ക് ഇതിൽ ഏതെങ്കിലും രണ്ട് സൈഡ് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് വന്നിട്ട് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ സൈഡിലുള്ള എന്താണ് VF1. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം VF1 എന്ന് പറയുന്നത് എന്താണ്? VF1 എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളുടെ ദാറ്റ് ഈസ് AB സൈഡ്, ഓക്കെ, V1, ഇതിൻ്റെ വാല്യൂ നമുക്ക് അറിയാം. 40 മീറ്റർ/സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഈ ആംഗിളും അറിയാം, ദാറ്റ് ഈസ് 30 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് വാല്യൂവും, ദാറ്റ് ഈസ് ഒരു സൈഡും ഈ പർട്ടിക്കുലർ വാല്യൂവും അറിയുകയാണെങ്കിൽ എനിക്ക് വന്നിട്ട് ഇവിടെ ഉള്ള ഈ പർട്ടിക്കുലർ VF1 എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ സൈഡിനെയും ഇവിടെയും റിലേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേർഡൊക്കെ, സോ സൈൻ തീറ്റ ആണ് കോസ് തീറ്റ ആണ് നോക്കണം. സോ അപ്പോൾ ഇവിടെ റിലേറ്റ് ചെയ്യുന്ന എന്താണ്? സൈൻ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു VF1 ഡിവൈഡഡ് ബൈ 40. ഓക്കെ, സോ 40 എന്ന് പറയുന്നത് V1. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇപ്പോൾ VF1 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഓട്ടോമാറ്റിക്കലി 40 ഇൻറ്റു സൈൻ 30 ഡിഗ്രി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VF1 കിട്ടും. ഇനി നമുക്ക് വന്നിട്ട് അത് മാത്രം കിട്ടിയാൽ പോരാ. ഓക്കെ, സോ നമുക്ക് എന്ത് വേണം? CD എന്ന് പറയുന്ന ഈ വാല്യൂ വേണം. CD നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. സോ നമുക്ക് CD വേണമെങ്കിൽ, ഓക്കെ, സോ ഇവിടെ ഉള്ള CDയുടെ ഈ പർട്ടിക്കുലർ വാല്യൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? VW1, ഓക്കെ, VW1ൽ നിന്ന് ഈ U1നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഈ പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാനുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ VW1 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, VW1 എന്ന് പറയുന്നത് അഗൈൻ VW1 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ V1ൻ്റെ വാട്ട് ഹരിസോണ്ടൽ കോമ്പണൻ്റ് ആണ്. ഓക്കെ, V1ൻ്റെ ഹരിസോണ്ടൽ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് VW1 ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് കാസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? VW1 ഡിവൈഡഡ് ബൈ V1. ഓക്കെ, ദാറ്റ് ഈസ് VW1 ഡിവൈഡഡ് ബൈ 40. ഓക്കെ, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതുമ്പോൾ, ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് VW1 ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു കാസ് 30 ഡിഗ്രി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ VW1 കിട്ടും, ഓക്കെ, VF1 കിട്ടും. ഓക്കെ, അപ്പോൾ VW1 നമ്മൾ ഡയറക്റ്റ്ലി എഴുതുന്നില്ല. ഓക്കെ, സോ നമുക്ക് വന്നിട്ട് CD ആണ് വേണ്ടത്. ഓക്കെ, സോ CD ഈസ് ഈക്വൽ ടു VW1 മൈനസ് U1. നമുക്ക് വന്നിട്ട് VW1 എന്ന് പറയുന്നത് 40 cos 30 മൈനസ്, ഓക്കെ, സോ 30 ഡിഗ്രി മൈനസ് ഓക്കെ, സോ U1ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ഇവിടെ 20 അല്ലേ? ഐ തിങ്ക് 20. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് CD കിട്ടി. വൺസ് CD നമുക്ക് കിട്ടിയാൽ, ഓക്കെ, സോ അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്റർ ഇട്ടാൽ നമുക്ക് CD കിട്ടും. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്ററിനകത്ത് ഇട്ട് CD നമുക്ക് കിട്ടുകയാണെങ്കിൽ
നമുക്ക് ഇതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോ നമുക്കിപ്പോൾ സി ഡി കിട്ടി, ആസ് വെൽ എസ് VF1 എന്നുള്ള രീതിയിൽ കിട്ടി. ഓക്കെ, സോ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ബി സി ഡി. സോ നമുക്ക് സി ഡി അറിയാം. ഓക്കെ, സോ ബി ഡി അറിയാം. ദറ്റ് ഈസ് ബി ഡി എന്ന് പറയുന്നത് VF1 എന്നുള്ള അറിയാം, സി ഡി എന്ന് പറയുന്ന ഈ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് വന്നിട്ട് എങ്ങനെ ഈ പർട്ടിക്കുലർ വോട്ടൊക്കെ തീറ്റ എന്ന് പറയുന്ന ഈ വാല്യൂ എങ്ങനെ എഴുതാൻ പറ്റും? ഈ രണ്ട് സൈഡിനെയും കണക്ട് ചെയ്യുന്നത് എന്താണ്? ടാൻ തീറ്റ. ഓക്കെ, സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു VF1 ഡിവൈഡഡ് ബൈ സി ഡി. ഓക്കെ, സോ നമുക്ക് സി ഡി അറിയാം, VF1 അറിയാം. സോ അപ്പോൾ ഇതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് VF1 ഡിവൈഡഡ് ബൈ സി ഡി. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി, നമുക്ക് വന്നിട്ട് തീറ്റ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദറ്റ് ഈസ് വേൻ ആംഗിൾ, ദറ്റ് ഈസ് നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, പൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ജസ്റ്റ് നീഡ് ടു നോ ഈ പർട്ടിക്കുലർ ട്രയാങ്കിളിലേക്ക് വരണം. ഓക്കെ, സോ പൈ ഈ ഔട്ട്ലെറ്റ് ട്രയാങ്കിളിലേക്ക് നമ്മൾ വരണം. ഈ ഔട്ട്ലെറ്റ് ട്രയാങ്കിളിന് നമുക്ക് എന്തൊക്കെ അറിയാം? U2 അറിയാം. U2 മാത്രമാണ് അറിയുന്നത്. അത് ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ള അറിയാം. U2 എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ U1 ഈസ് ഈക്വൽ ടു U2 ഈസ് ഈക്വൽ ടു U. യുടെ വാല്യൂ തന്നിട്ടുണ്ട് 20 m/s. നമുക്ക് U2 വാല്യൂ അറിയാം. അപ്പോൾ ഈ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിൽ നമുക്ക് V2 അറിയണം, അല്ലെങ്കിൽ VF2 അറിയണം, അല്ലെങ്കിൽ VR2 അറിയണം. ഓക്കെ, ഏത് അറിയാൻ എളുപ്പമെന്ന് നോക്കുകയാണെങ്കിൽ VR2 ആണ്. കാര്യം VR1 നമുക്ക് വന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻലെറ്റ് ട്രയാങ്കിളിനകത്ത് VR1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വൺസ് കാൽക്കുലേറ്റ് ചെയ്താൽ ആ VR1 ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ VR2. കാര്യം നമുക്ക് കണ്ടീഷൻ എന്താണ്? VR1 ഈസ് ഈക്വൽ ടു VR2. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ VR1നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ VR1നെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, VR1 എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ VR1 എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡിനെയാണ് നമ്മൾ VR1 എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ ഈ VR1, ഈ VR1നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൈഡും BD എന്ന് പറയുന്ന VF1 എന്ന് പറയുന്ന ഈ വാല്യൂവും അറിയാം, CD എന്ന് പറയുന്ന വാല്യൂവും അറിയാം എങ്കിൽ ഈ പർട്ടിക്കുലർ VR1 നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? VR1. ഓക്കെ, സോ പിഥാഗറസ് തിയറം നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ VR1 ഈസ് ഈക്വൽ ടു root of CD square plus VF1 square. Okay, so VF1 വാല്യൂ, അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഫോർമുല അറിയാമല്ലോ. ഓക്കെ, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു അവിടെ നിന്നാണ് വരുന്നത്. ഹൈപ്പോട്ടനസ് സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു adjacent side square plus opposite side square. അതായത് ഹൈപ്പോട്ടനസ് സൈഡിൻ്റെ നീളം കൂടിയ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മേഷനായിട്ട് ഉണ്ടാവും. അതാണ് പിഥാഗറസ് തിയറത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യപ്പെടുന്നത് ഹൈപ്പോട്ടനസ് സൈഡിൻ്റെ ഉള്ള ആ വാല്യൂ ആണ്. അപ്പോൾ അതാണ് VR1. ഓക്കെ, അപ്പോൾ VR1 സ്ക്വയർ ആണെങ്കിൽ ജസ്റ്റ് വന്നിട്ട് CD സ്ക്വയർ പ്ലസ് VF1 സ്ക്വയർ എന്നുള്ള രീതിയിലെടുക്കും. നമുക്ക് വേണ്ടത് വന്നിട്ട് VR1 ആണ്, VR1 സ്ക്വയർ അല്ല. അപ്പോൾ ആ സ്ക്വയർ റൂട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ സ്ക്വയറിനെ മാറ്റിയത് കൊണ്ട് ഓപ്പോസിറ്റിൽ നമ്മൾ സ്ക്വയറിനെ മാറ്റുന്നുണ്ട്, അതായത് സ്ക്വയർ റൂട്ട് എടുക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി CD സ്ക്വയർ പ്ലസ് VF1 സ്ക്വയർ അതിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് VR1 കിട്ടും. അപ്പോൾ അങ്ങനെ VR1 കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, സോ VR1 കിട്ടിയാൽ VR1 ഈസ് ഈക്വൽ ടു VR2. ഓക്കെ, സോ ഈ VR1 വാല്യൂവിനെ നമുക്ക് VR2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം VR1 ഈസ് ഈക്വൽ ടു VR2 ആ കണ്ടീഷൻ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ VR2 നമുക്ക് അറിയുകയാണെങ്കിൽ
ഇനി വന്ന് നമ്മൾ ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, u2 ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഓക്കെ, 20 ഡിഗ്രി അല്ല, 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, u2 ഈ സൈഡിലുള്ള ഈ വാല്യൂ ഇത് വന്നിട്ട് 20 എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഇനി ഈ പൈ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വന്നിട്ട് VR1 ഈസ് ഈക്വൽ ടു VR2. ഓക്കെ, ഈ പർട്ടിക്കുലർ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് VR1 കിട്ടും. സോ അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിട്ട് രണ്ട് സൈഡ് അറിയാം. ഓക്കെ, ഏതൊക്കെ സൈഡ് അറിയാമെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ട്രയാങ്കിളിനകത്ത് നമുക്ക് ഇത് അറിയാം, അതുപോലെ ഇവിടെ VR2 എന്ന് പറയുന്ന ഈ വാല്യൂ അറിയാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് പൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി നീഡ് ടു കാൽക്കുലേറ്റ് പൈ. സോ അപ്പോൾ പൈനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിനെയും റിലേറ്റ് ചെയ്യുന്ന, ഈ രണ്ട് സൈഡിനെയും റിലേറ്റ് ചെയ്യുന്ന ഏത് പർട്ടിക്കുലർ തീറ്റ ആണ്, സൈൻ തീറ്റ ആണ്, കാസ് തീറ്റ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഏതാണ് ഈ പൈയിനെ അനുസരിച്ചിട്ട് ഇത് എന്താണ്, അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡിനെയും ഹൈപ്പാർട്ടനേഴ്സിനെയും കണക്ട് ചെയ്യുന്നതാണ് കാസാണ്. അപ്പോൾ കാസ് പൈ ഈസ് ഈക്വൽ ടു u2 ഡിവൈഡഡ് ബൈ VR2. ഓക്കെ, സോ നമുക്ക് u2 അറിയാം, VR2 അറിയാം. സോ പൈ മാത്രമാണ് അറിയാത്തത്. പൈ ഈസ് ഈക്വൽ ടു cos inverse of u2 divided by VR2. ഓക്കെ, സോ VR2 ഈസ് ഈക്വൽ ടു VR1 ആണ്. VR1 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ എടുത്തിട്ടാൽ മതി. u2 എന്ന് പറയുന്നത് u1 ഈസ് ഈക്വൽ ടു u2, ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ വാല്യൂ. അപ്പോൾ ഇത് ഇത്രയും ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, പൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വെയിൻ ആംഗിൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ ഇവിടെയുള്ള ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്തിട്ടില്ല, ബട്ട് അതർവൈസ് മെത്തേഡ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ വന്നിട്ട് ഈ ട്രയാങ്കിൾ, ഓക്കെ, വെലോസിറ്റി ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുകയാണെങ്കിൽ സിമ്പിളി ഉള്ള കാസ് തീറ്റ, സൈൻ തീറ്റ ഇത് വെച്ചിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഇതിൽ ഒന്നുമില്ല. ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജായിട്ട് ഇടുക, അല്ല ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ശരിടാ.